ഇച്ചു നോക്കട്ടെ. ഇച്ചു എന്തോ വലിയ സാധനം ഓർഡർ ചെയ്തിട്ടോ. സ്റ്റീക്കും കുറച്ച് ഷുഗർ കൊടുക്കി. പാക്കറ്റ് ഞാൻ എടുത്തോളി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്തൽ കണ്ണി ഷേക്ക്. ഇത് കോഫിയാണ് റോ കോഫി കേട്ടോ. കോഫി ഇഷ്ടപ്പെടും. സീം കോഫി കേട്ടോ. അപ്പൊ കോഫി ലവേഴ്സിന് ഇഷ്ടപ്പെട്ടിക്കണേ. നേരെ മറിച്ച് ഓരോ ഷേക്ക് കുടിക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. പിന്നെ കോഫി വായിക്കൂലേ പൊട്ടാ. ഈച്ചുവിന് പറ്റിട്ടോ. അവ കോഫി ലവേഴ്സിന് ഇഷ്ടപ്പെടും. അവിവേ അന്റെ മുഖത്ത് കൂടെ കഴിക്കണേ മയോണൈസൊക്കെ. ഇപ്പൊ ഞമ്മളാക്കാൻ കാരണമായിട്ടുള്ള ഒരാളെ കൂടിയാണ് ഞാൻ ഇരിക്കണത്. അസ്ലം കണ്ണൂര് തളിപ്പറമ്പ്. നമ്മളെന്ന് പറയുമ്പോ നമ്മളെങ്ങനെയാണ് തളിപ്പറമ്പ് സ്വദേശിയാണ് അസ്ലം. അതായത് പണ്ടും ഇന്നും നാളെയും ഇനി അങ്ങോട്ടേക്ക് എന്നും കണ്ണൂര് ഇന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. ഇന്നലെ ഇന്റെ കൂടെ കണ്ണൂരുണ്ട്, ഇന്ന് ഇന്റെ കൂടെ കണ്ണൂരുണ്ട്, നാളെയും ഇന്റെ കൂടെ കണ്ണൂരുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പം അതെനിക്ക് ആ നാടിനോടുള്ള ഒരു സ്നേഹമാണ്. അതെല്ലാരോടും ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു സ്പെഷ്യൽ അപ്പൊ അസ്ലംക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒന്നുമല്ലാത്ത ടൈമില് കണ്ണൂരിൽ നിന്ന് അസ്ലംക വണ്ടി ഓടിച്ച് രാവിലെ വരും. അതായത് മ്യൂസിക് ക്ലാസ്സിന് എന്നെ കൊണ്ടുപോകാൻ എനിക്ക് കാറുകളില്ലാത്ത സമയത്ത് അതായത് തളിപ്പറമ്പെന്ന് രാവിലെ അസ്ലംക കുത്തിച്ചോ സ്റ്റെബിലിറ്റി കിട്ടും. തളിപ്പറമ്പെന്ന് മ്യൂസിക് ക്ലാസ്സിന് പറയട്ടെ സംഗീത ക്ലാസ്സിന് പോകാൻ വണ്ടി ഇല്ലാതിരിക്കെ പുറത്തിറങ്ങിയ വെയിൽ കൊള്ളും, നടന്നു പോയാൽ കാലിന് വേദനയാവും, ഓട്ടോറിക്ഷയിൽ പോയാൽ സൈഡിൽ നിന്ന് കാറ്റടിക്കും, ബൈക്കിന് പോയാൽ നെഞ്ചത്തേക്ക് കാറ്റടിക്കും എന്നുള്ള സാധനം അവിടെ ഉണ്ടപ്പം കാറിൽ എന്തേ അപ്പൊ കാറിൽ അസ്ലംക തളിപ്പറമ്പെന്ന് രാവിലെ വരും. 10 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ട് മ്യൂസിക് ക്ലാസ്സിലേക്ക് ആക്കി തന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് അസ്ലംക എന്ത് ചെയ്യും പിന്നെ തിരിച്ച് വീട്ടിലേക്ക് കണ്ണൂരിലേക്ക് പോകണം. അന്ന് ഞാൻ ആ മ്യൂസിക് ക്ലാസ്സിന് പോയ അന്ന് മുതൽ ഞാൻ കടപ്പാടുള്ള ആളാണ് അസ്ലംക. അപ്പൊ അസ്ലംക ഒന്ന് വളരെ സക്സസ്ഫുൾ ആയി. അപ്പം അതൊക്കെ കുറെ തന്നിക്കണേ, കുറെ കൊടുത്തിക്കണേ, കുറെ ഇങ്ങോട്ട് കൂട്ടി കഴിയുമ്പോ കുറെ ഇങ്ങോട്ട് തരാണ്ടാവും അസ്ലംക. അപ്പം അസ്ലംഖാന്റെ പുതിയ ഷോപ്പ് വളരെ മീനോളം സക്സസ്ഫുൾ. അതായത് മീനോളത്തിന്റെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം ധൈര്യത്തോടെ എന്റെ ഓഡിയൻസിനോട് പറയും, മീനോളത്തിന്റെ ആദ്യത്തെ പ്രൊമോഷൻ ചെയ്തത് ഞങ്ങളാണ്. ഇന്ന് ആ ഷോപ്പില് മാഷാ അല്ലാഹ് അത്രയും തിരക്കാണ്. ഒരാഴ്ച റൺ ചെയ്ത് തിരക്ക് കാരണം തിരക്ക് കൂടി പൂട്ടേണ്ടി വന്നു. തൽക്കാലം തിരക്ക് കൂടിയിട്ട് ഷോപ്പണ്ട് പൂട്ടിച്ചോട് കൈ കൊടുത്തു. തുറക്കാൻ ഒഴിവില്ലാതെ പൂട്ടി. അതായത് ഉറങ്ങാൻ പറ്റണില്ല. അപ്പൊ അസ്ലാംക്ക് ഒന്നും മീനോളം ഷോപ്പ് തുറന്നിട്ടില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ തുറക്കും. അപ്പൊ അസ്ലാംക്ക് നമുക്കൊരു ഓഫർ എന്തെങ്കിലും എന്താ വെച്ചാൽ ഞാൻ അസ്ലാംക്കാക്ക് അങ്ങോട്ടൊരു പ്ലാൻ കൊടുത്തിക്കണേ. അത് ഗോളാട്ടോ, അത് കയറി ഇല്ല. അസ്ലംകാക്ക് കൊടുത്ത പ്ലാൻ എന്താ വെച്ചാൽ മീനോളത്തേക്ക് ഡെയിലി കിലോ കണക്കിന് മീനുകൾ പലവിധ ആവശ്യം വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ദിവസം കോഴിക്കോട് നിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ പോകും. ഉച്ചക്ക് ഒരു 10 മണിയാകുമ്പോൾ രാവിലെ നമ്മൾ തിരിച്ചെത്തിയിട്ട് മീനോളത്തേക്ക് മീൻ പിടിക്കാൻ ഒരു 6:30 ഞങ്ങൾ നീച്ചാൻ ഒരു 7:30 ആവും. നിന്നെ രാവിലെ 6 മണിക്ക് തൂക്കിക്കൊല എത്തിച്ചിരിക്കും. ഞാൻ എണീക്കാതെ 8 മണിയാ അതേപോലെയാണ്. അപ്പം അങ്ങോട്ട് മീൻ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ മീനോളത്തിൽ വന്നിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യാണ് മീനുകൾ.
മീനൊക്കെ ക്ലീൻ ആക്കി വൃത്തിയാക്കി ഞങ്ങൾ തന്നെ മസാല കാര്യങ്ങളൊക്കെ തേച്ചിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അതൊക്കെ വേണോ? മീൻ പിടിച്ചോ മസാലയൊക്കെ തേപ്പിക്കണമെന്നൊക്കെ അല്ല മസാലയും തേക്കും. ആഴ്ചമാത്താനെ കൊണ്ടുവന്നിട്ട് മസാല ആക്കിയിട്ട് ഫ്രൈ ആക്കി പിച്ചാലോ. സെറ്റാക്കാം. അപ്പൊ എന്താ ആഴ്ചമാത്താനെ ശരിക്കും മീൻ പിടിക്കാനാണ് കൊണ്ടുപോകുന്നത്. കാരണം ആഴ്ചമാത്ത പരുന്തിനെ പിടിച്ചിക്കണേ. ആഴ്ചമാത്ത പരുന്തിനെ പിടിച്ചോ. പരുന്ത് എന്താ ടീ നമ്മളന്ന് റിങ് ഉണ്ട്, അതിൽ അക്വറിയം മീനുകളുണ്ട്, അതിനെ തിന്നാൻ വന്നു. അതിൽ പരുന്ത് ഗോൾഡ് ഫിഷിനെ അക്വറിയത്തിൽ നിന്ന് എടുത്തു. ആഴ്ചമാത്ത കൗത്തിനാണ് പിടിച്ചിട്ട് പരുന്തിനടോ ഓർമ്മല്ല പരുന്തിന്റെ കാല് കെട്ടിങ്ങാണ്ട് കമ്പിമ കെട്ടിട്ടു. ഞാൻ അടുക്കളയ്ക്ക് ചായ പിടിച്ച സ്കൂളിൽ തന്നപ്പോണ്ടേ കാലുമ കയറായിട്ട് പരുന്ത് ഇങ്ങനെ നിൽക്കണേ. ആലോചിച്ചോ, അതൊക്കെ എന്റെ പെരയിൽ നടന്നതാ. പുറത്ത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നിട്ട് ആ പരുന്തിനെ കുറെ കാലം കൊണ്ടുവരുന്നീ നമ്മള്. മയില് മത്തിമീനും അല്ലേ. ഞാൻ കേട്ടിട്ട് ആഴ്ചമാത്ത വെച്ചിട്ട് ആഴ്ചമാത്താനൊന്നും ഈ സമയത്ത് ആരും പരാതി കൊടുത്താണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കല്ലേ പാവ. അല്ല പരുന്തിനെ പറത്തി വിട്ടാ നമ്മള് കറി വെച്ചൊന്നും പറഞ്ഞില്ലല്ലോ. കൊറേ മുമ്പ് 900-കളില് അന്ന് വനം വകുപ്പ് സ്ട്രോങ് അല്ല. അന്ന് നിയമങ്ങളൊന്നുമില്ല. കാരണം 90-80-കളിലാണ് ഇത് സംഭവിക്കുന്നത്.